ഹലോ ഓൾ. അപ്പൊ നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടി കാത്തു നിന്ന നമ്മുടെ സൈറയുടെ പൈത്തൺ ഡെസ്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ മെയിനായിട്ട് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കോർ പൈത്തൺ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് നമ്മൾ വളരെ തറാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊരു എന്താ പറയാ ഒരു BCA അല്ലെങ്കിൽ MCA ഒന്നുമില്ലാത്ത ആളുകൾക്കും IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നില്ലാത്ത ആളുകൾക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പൈത്തൺ ഡെസ്കിലൂടെ നമ്മൾ അവസാനം നമ്മൾ പ്രോജക്റ്റും ചെറിയ ഒരു മിനി പ്രോജക്റ്റുകളും നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിലേക്കൊക്കെ നമ്മൾ കടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പൈത്തൺ പഠിച്ചത് കൊണ്ട് നമുക്ക് ഏതൊക്കെ മേഖലയിൽ നമുക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അല്ലേ, നമ്മൾ ഏതൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ടെക്നോളജി പഠിക്കുമ്പോഴും അതിൻ്റെ സ്കോപ്പ് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, ഏതൊക്കെ മേഖലയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ ലാപ്പ് ഇവിടെ ഉണ്ട്, ഞാൻ സ്ലൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമുക്കറിയാം പൈത്തൺ വെബ് ഡെവലപ്മെൻറ്റ്, അഥവാ നമ്മൾ പലപ്പോഴും അറിയാം, നമ്മളിപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് വെബ്സൈറ്റ് ഉണ്ടാവില്ലേ, ഒരു യൂണിവേഴ്സിറ്റിക്ക് വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വെബ് അപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖല നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനുണ്ട്. അത് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ്. അപ്പൊ അതില് പൈത്തൺ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെബ് അപ്ലിക്കേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈത്തൺ പഠിച്ചാൽ നമുക്ക് ജോലി നോക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഫസ്റ്റ് മേഖല. അപ്പൊ അതിന് നമുക്ക് പൈത്തണിന്റെ ഫ്രെയിം വർക്ക് ഉണ്ട്. കോർ പൈത്തൺ അല്ല വരുന്നത്, കോർ പൈത്തൺ ആണ് അതിന്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ വരുന്നത്. പക്ഷെ അതിന്റെ ഫ്രെയിം വർക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക. ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ ജാങ്കോ അതേപോലെ ഫ്ലാസ്ക്, ഈ രണ്ട് ഫ്രെയിം വർക്കിൽ ഏത് ഫ്രെയിം വർക്ക് യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈത്തണിൽ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു മേഖല നമ്മൾ കണ്ടെത്തിയില്ലേ, വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ മേഖല എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ് ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അല്ലേ, അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഈ മെഷീൻ ലേണിംഗും AI കാലമാണ് ഇപ്പൊ അല്ലേ. കാരണം AI വെച്ചുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പൊ എക്സാമ്പിൾ മെഡിക്കൽ ഫീൽഡില്, എഡ്യൂക്കേഷൻ ഫീൽഡില്, അതേപോലെ എല്ലാ മേഖലയിലും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ ഒരുപാട് കോൺസെപ്റ്റുകൾ AI വെച്ചുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പൈത്തണിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മേഖലയാണ് എന്ത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്. ഓക്കെ, അപ്പോൾ പൈത്തൺ മെയിനായിട്ട് ഇതിനൊക്കെ യൂസ് ചെയ്യുക. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ NLP ഇല്ലേ, നാച്ചുറൽ ലാംഗ്വേജ് NLP കോൺസെപ്റ്റ്, അതേപോലെ നമുക്ക് എന്താ പറയാ നമ്മുടെ ഫോർകാസ്റ്റിംഗ് ഇല്ലേ. ഇപ്പൊ എക്സാമ്പിൾ ഈ ഒരു വർഷം നമ്മുടെ കമ്പനിക്ക് ഇത്ര ടേൺ ഓവർ ആണെങ്കിൽ നെക്സ്റ്റ് വർഷത്തിൽ എത്രത്തോളം ഉണ്ടാവാം, അങ്ങനെ ഫോർകാസ്റ്റിംഗ്, അതേപോലെ ഇമേജ് ഐഡന്റിഫിക്കേഷന്, സ്പീച്ച് റെക്കഗ്നൈസേഷന്, അങ്ങനത്തെ ഒരുപാട് മേഖലകൾ നമുക്ക് മെഷീൻ ലേണിംഗിന് മേഖലയൊക്കെ ഉണ്ട്. അതേപോലെ പേഴ്സണൽ റെക്കമെൻഡേഷൻസ്, റെക്കമെൻഡ് ചെയ്തത്, അഥവാ നമുക്കിപ്പോൾ ഒരു മൊബൈൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല മൊബൈൽ നമ്മുടെ പ്രൈസ് ലിസ്റ്റിൽ ഒരു മൊബൈൽ നമുക്ക് എന്ത് ചെയ്യാം, റെക്കമെൻഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ റെക്കമെൻഡേഷൻ സിസ്റ്റംസ് ഇതൊക്കെ വരുന്നൊരു മേഖലയാണ് യഥാർത്ഥത്തിൽ എന്ത്, ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിലും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പൈത്തൺ ആണ്. ഓക്കെ, അപ്പൊ അതിലൊരു വളരെ കുറച്ച് ലൈബ്രറീസ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് നംപൈ, അതേപോലെ പാൻഡാസ്, അതേപോലെ സൈപ്പൈ, അതേപോലെ സ്കിറ്റ് ലേൺ. ഓക്കെ, ഇതൊക്കെ നമ്മൾ AI യൂസ് ചെയ്യുന്ന പൈത്തൺ ലൈബ്രറീസ്. അപ്പോൾ ഒരുപാട് ലൈബ്രറീസ് നമുക്ക് AI റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് പൈത്തണിൽ ഉണ്ട്. അപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ട് AI പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമ്മുടെ പൈത്തൺ. ഓക്കെ, ഇനി സ്ക്രിപ്റ്റിംഗ് ആൻഡ് ഓട്ടോമേഷൻ. സ്ക്രിപ്റ്റിംഗ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ടാസ്ക് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ നമ്മളൊരു കമ്പനി ഉണ്ട്, അപ്പൊ അതിലുള്ള സെയിൽസ് ഓട്ടോമേറ്റ് ചെയ്യാന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഒരാള് അല്ലെങ്കിൽ ഒരു എൻക്വയറി നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക, ആ എൻക്വയറി പ്രോസസ്സ് ചെയ്യുക, നമ്മൾ എംപ്ലോയീസ് ഒന്നും ഇല്ലാത്തതിന്. അപ്പോൾ അങ്ങനത്തെ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് എന്താണ്, പൈത്തൺ ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊക്കെ പറയാൻ പറ്റുന്ന ഒരു ടൂളാണ് സെലീനിയം എന്ന് പറഞ്ഞ ടൂൾ. അഥവാ പൈത്തന്റെ
ടെസ്റ്റിംഗ് ഓട്ടോമേഷന് വേണ്ടിയിട്ട്, അഥവാ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യണമല്ലോ, ക്ലയന്റിലേക്ക് റിലീസ് ചെയ്യുന്നതിന് മുന്നേ അത് വർക്കിംഗ് ഫൈൻ ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്, സെലീനിയം എന്ന ടൂള്. ആ ടൂള് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഏത് യൂസ് ചെയ്തിട്ടാണ്, പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ, ആ ഒരു പ്രൊജക്റ്റ് അതിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്ത് തരും. ഓട്ടോമേഷൻ, ഓക്കെ, സ്ക്രിപ്റ്റിംഗ് ആൻഡ് ഓട്ടോമേഷൻ മേഖലയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി നോക്കാൻ പറ്റും. ഇനി നമുക്ക് ഗെയിം ഡെവലപ്മെന്റ്, നമുക്കൊക്കെ ഇഷ്ടമല്ലേ ഗെയിമിങ്. അപ്പൊ ഈ ഗെയിം ഡെവലപ്മെന്റിനും ഒരു പൈത്തണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പൈ ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈബ്രറി ഉണ്ട്, അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗെയിം ഡെവലപ്മെന്റിനും എന്ത് ചെയ്യാം, പൈത്തൺ യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റൈൽസിലും അതേപോലെ മെഡിക്കൽ ഷോപ്പിലും ഒക്കെ കാണുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമുക്ക് ബില്ലടിച്ച് തരും അല്ലേ. അത് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആണ്, വെബ് ആപ്ലിക്കേഷൻ അല്ല. അപ്പൊ ഈ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അതിന് ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല കേട്ടോ, ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടിൻഡർ അതേപോലെ പൈക്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈബ്രറീസ് യൂസ് ചെയ്തുകൊണ്ട് GUI വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളൊരു മേഖല, അടുത്തൊരു മേഖലയാണ് എന്ത്, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്. ഇനി അടുത്ത മേഖല നെറ്റ്വർക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി കേട്ടിട്ടില്ലേ, കാരണം നമ്മൾ സൈബർ അറ്റാക്കുകൾ അതേപോലെ നെറ്റ്വർക്ക് ടാസ്ക് ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പൈത്തൺ നമുക്ക് യൂസ് ചെയ്യാം. അതിന് സ്കേപ്പ് ഉണ്ട്, അതേപോലെ എംആപ്പ് ഉണ്ട്, അതേപോലെ പരാമീക്കോ, അങ്ങനത്തെ ഒരുപാട് ലൈബ്രറീസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഒരുപാട് ലൈബ്രറീസ് നമുക്ക് ഈ മേഖലയിലും അവൈലബിൾ ആണ്. സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സുകൾ ചെയ്യാനും അല്ലെങ്കിൽ ആ മേഖലയിൽ നമുക്ക് ജോലി സെറ്റാക്കാനും എന്ത് യൂസ് ചെയ്താൽ മതി, പൈത്തൺ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ അബ്സ്ക്രാപ്പിംഗ് ആൻഡ് ക്രൗഡിങ്. ക്രൗഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു വെബ്സൈറ്റിന്റെ ഒരു കോപ്പി അല്ലെങ്കിൽ ഒരു ക്ലോൺ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ നോർമൽ കേസിൽ ക്രൗഡിംഗ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് വെബ് ക്രൗഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ടൂളുകൾ നമുക്കുണ്ട്. ബ്യൂട്ടിഫുൾ സോപ്പ് അതേപോലെ സ്ക്രാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈബ്രറീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ടാസ്കുകളും എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അല്ലെ, കേട്ടിട്ടില്ല ഞങ്ങൾ, ഡിവൈസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസുകളെ മാനേജ് ചെയ്യാം. നമ്മുടെ മൊബൈൽ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഫാന് കൺട്രോൾ ചെയ്യാം, ലൈറ്റ് കൺട്രോൾ ചെയ്യാം, അങ്ങനെ കണ്ടുകളില്ല. അപ്പോൾ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിനാണ് നമ്മൾ എന്ത് പറയാ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പറയാം. ഹാർഡ്വെയർ കമ്മ്യൂണിക്കേഷൻ, സെൻസേഴ്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ലൈറ്റിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഫാനിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ പ്രോജക്റ്റുകളും നമുക്ക് വരാം. അതൊരു വലിയൊരു മേഖല കേട്ടോ. അപ്പൊ നമുക്ക് അതിനും ലൈബ്രറീസ് ഉണ്ട്, മൈക്രോ പൈത്തൺ അതേപോലെ ബ്ലിങ്ക്, ബ്ലൂ പൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ലൈബ്രറീസ് നമുക്ക് പൈത്തൺ ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ, പൈത്തൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പല മേഖലയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ മേഖലയിലൊക്കെ നമുക്ക് സ്കോപ്പ് കണ്ടെത്തിക്കൊണ്ട് നമുക്ക് അതിൽ ജോലി നമുക്ക് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പറയാൻ പോകുന്നത്. ഡിസ്കസ് ചെയ്തതും ഇതാണ്, പൈത്തൻ്റെ സ്കോപ്പ് ഏതൊക്കെ മേഖലയിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യുക, പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഒരു സിമ്പിളായിട്ടൊരു പൈത്തൺ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് യൂസ് ചെയ്യാൻ, അത് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂളുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഇൻസ്റ്റലേഷൻ സെറ്റപ്പിങ്, അങ്ങനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു ബേസിക് പൈത്തൺ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, then see you in the next class. Okay, thank you.